പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മുടെ ചായക്കട പലഹാരങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്, നമ്മുടെ സുഖിയൻ. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ബോണ്ടില്ലേ, ഉണ്ടംപൊരി, അത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതിൻ്റെ അടുത്ത് വരുന്ന സാധനമാണ് ഈ സുഖിയൻ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ഇതുണ്ടാക്കാനായിട്ട് 1 കപ്പ് ചെറുപയർ കഴുകി വെടുപ്പാക്കിയിട്ടാണ് അത് നമ്മൾ കുക്കറിലിട്ടാണ് നമ്മൾ വേവിക്കുന്നത് കേട്ടോ. ഇനി ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. ഒരു നിരപ്പിൽ വെള്ളം ഒഴിച്ചാൽ മതിട്ടാ, കറക്റ്റ് നിരപ്പിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് അടയ്ക്കുക, ഒറ്റ വിസിലിടാ. ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സിമ്മിലിടാ കുറച്ച് നേരം. ഇത് വേവിക്കാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ശർക്കര ഉരുക്കാം. ഇതിലേക്ക് ആവശ്യമാണ് ശർക്കരയിൽ ഉണ്ടാക്കണം കേട്ടോ. കുറേ ആളുകൾ പഞ്ചസാരയിൽ ആക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് ശർക്കരയിൽ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അതെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കിയിട്ടാ ഇത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് അരിച്ചെടുക്കാം നമുക്ക്. നമുക്കിത് തുറന്നു നോക്കാം. നമ്മളത് കറക്റ്റ് വെന്തു കേട്ടാ. ഒരു ചെറിയ രീതിയിൽ ഒരു ഉടച്ചിൽ പോലെ വരണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കറക്റ്റ് കേട്ടാ. ഒരു വിസിലടിച്ചിട്ട് 10 മിനിറ്റ് സിമ്മിലിടാം. നമ്മളിനി ഇതിലേക്കുള്ള കൂട്ടിനുണ്ടാക്കാൻ പോണത്, അതായത് ഈ സുഖിയൻ്റെ ഉള്ളിലേക്കുള്ള കൂട്ട്. അതിനായിട്ട് നമ്മൾ ശർക്കര നീര് അരിച്ചത് നമ്മൾ ഒരു പാത്രം അടപ്പത്ത് വെച്ച് അതിലേക്ക് ഒഴിക്കുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച ഇതില്ലേ ചെറുപയർ, ഇത് മുഴുവൻ ഞങ്ങൾ ഇടുന്നില്ലേ, കുറച്ച് അത്രയ്ക്ക് മതി. ബാക്കിയുള്ള ഞങ്ങളേ കൂട്ടാൻ വയ്ക്കാൻ എടുത്തു. കൂട്ടാൻ വയ്ക്കാന്ന് പറഞ്ഞാൽ സരിത പറഞ്ഞു ഉള്ളിയും കുത്തിപ്പൊടി മുളക് ഇട്ടിട്ട് കാച്ചി ശരിയാക്കാന്ന് പറഞ്ഞു. നമുക്ക് ഇത്രയ്ക്ക് മതി. നമ്മൾ ശർക്കരയിലേക്ക് ഇട്ടിട്ട് ഇളക്കണു. അതിലേക്ക് കുറച്ച് നാളികേരം ചെരുക്കി ഇത് ഇട്ടണു കേട്ടോ. എന്നിട്ട് ഇളക്കണു. ഇതിലേക്ക് വരുന്നുള്ളൂ ഉപ്പിടാം, ഇളക്ക. പിന്നെ കുറച്ച് ഏലക്കായ പൊടിച്ചത്, ഇത്തിരി പഞ്ചസാര കൂട്ടിയിട്ടാണ് പൊടിച്ചോണം കേട്ടോ. അതിന് ഈ കളറ്. ഇനി ഇത് ഇളക്കി കട്ടിയായിട്ട് എടുക്കണം നമുക്ക്. ഇതാണ് ഇതിൻ്റെ കൂട്ട് കേട്ടോ. ഇത് നമ്മൾ വെള്ളം വറ്റിച്ച് ചൂടാറാൻ വെക്കണം. വെള്ളം വറ്റി കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഉരുളോട്ടുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടണം. കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടാ. അതെ, പാകമായിട്ടാ. ഇതിന് ചൂടാറുമ്പോൾ ഇത്തിരി കൂടിയും കുറയ്ക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. നമുക്കിത് ഒരു കിണ്ണത്തിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചൂടാറും ഈ കൂട്ട്. ഇത് ഞാൻ തോന്നാ സരിത. ഇനി നമ്മൾ കുറച്ച് മൈദ എടുക്കാം. അതിലേക്ക് ഒരു സ്വല്പം ഉപ്പ്. ഇനി നമ്മൾ ഒരു 1/2 ടീസ്പൂണിലേക്കുള്ള അധികം അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇടണം കേട്ടോ. ഇനി നമ്മൾ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്യണു. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഒഴിക്കും. ഇനി നമ്മൾ തിരിച്ച വെള്ളം ഒഴിക്കണം കേട്ടോ അതിലേക്ക്. ഇറക്ക. ഇത് വല്ലാണ്ട് ലൂസാവാൻ പാടില്ല കേട്ടാ. ഇഡ്ഡലിയുടെ മാവില്ലേ അതിനേക്കാളും ഒരു സ്വല്പം കട്ടി വേണം. ബാറ്റർ റെഡി ആയിട്ടാ. ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കിയോളൂ. ഇങ്ങനെ ഇളക്കുമ്പോ ഇതേപോലെ തന്നെ ഇളക്കാം. അങ്ങനെ ഉണ്ടാവില്ല. ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് കാണിക്കുന്നുള്ളൂട്ടാ. കൈ കൊണ്ടിട്ട് തിരുമ്മിയാൽ ഒരു ചുക്കും കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഇത് ചൂടാറി നമുക്ക് ഇതുണ്ടാക്കാം. തീ കത്തിച്ചുട്ടാ. നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മൾ പാത്രം ചൂടാകുമ്പോഴേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കാം. ഈ സാധാരണ മറ്റേ ഓയിലിൽ ഇതിലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കും, പക്ഷേ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ സാധാരണ സുഖീൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. കൂട്ടില്ലേ നമ്മൾ പാകത്തിനുള്ള ഉരുളകളാക്കണം കേട്ടോ. നമ്മൾക്ക് ആവശ്യത്തിനുള്ള വലിപ്പമാക്കാം കേട്ടോ. അതൊക്കെ ഓരോരുത്തർ കയ്യിൻ്റെ വലിപ്പം പോലെ ഇരിക്കും. ഇത് വിൽക്കാനുള്ളതാണ്. വീട്ടിലുണ്ടാക്കണതാവുമ്പോ നമുക്ക് നോക്കണ്ട, വലിപ്പം വേണ്ട, ചെറുതുകൾ മതി. ഇത് ഓൾറെഡി നല്ല കൂട്ടായിട്ട് വെന്ത കാരണം നമുക്ക് പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടാ. ഏതിനെ കുറിച്ച്? ഉള്ളിലത്തെ ഇത് യോജിപ്പേ. അങ്ങനെ ഒരു 4 ആക്കിയിട്ടുണ്ട് ഞാൻ, ഉരുളയാക്കിയിട്ട്.
നമ്മൾ ഈ ഉരുളി എടുക്കണു. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മൾ ഈ മൈദയിൽ മുക്കണു. ഇതിലിടണു. അടുത്തെടുക്കണു. സിമ്പിൾ പരിപാടി കേട്ടാ. 3 മീതട്ടാ മതി. പെട്ടെന്ന് തന്നെ എടുക്കാട്ടാ, കാരണം ഇതിന്റെ ഉള്ളു വേവാനൊന്നും ഇല്ലല്ലോ. ആയി തുടങ്ങിട്ടാ. നമുക്കെടുക്കാം. സരിത പാത്രമായിട്ടിരിക്കണം. അങ്ങനെ നമ്മുടെ സുഖിയൻ ആക്കൽ കഴിഞ്ഞു കേട്ടാ. 10 ഉണ്ട്. 11 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഞങ്ങള് 3 പേരും കൂടി കഴിച്ചു. സുഖിയൻ ചെയ്യുന്നത് അമ്മീനിട്ടാ. അമ്മീണ്ട്, സജീവൻ അനിയുണ്ട്. അടിപൊളിയില് വേഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആകത്തിരി കൂടിയുള്ള സൂപ്പർ സാധനം. ധൈര്യമായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാം. ഒരു 10 എണ്ണത്തിനല്ലേ. രാഗി എന്നാ സജീവനെ രാജിക്കൊണ്ട് എവിടെ അവിടെ ഓടി ക്യാമറയിൽ മുഖം കാണിക്കുന്നു വിചാരിച്ചിട്ട് ഓടി. പിന്നിയോടെ ഓടി നടന്ന സുഖിയൻ വല്ലയിടത്തും കണ്ടിട്ടാ. ഉണ്ടാക്കിയ സുഖിയൻ പിന്നിയോടെ ഓടി ചെന്ന് കൊടുക്കണത് വല്ലൊരു നല്ല സാധനം കണ്ടിട്ടാ. ഓടിച്ചിട്ട് കൊടുക്കാം. അപ്പൊ നിർത്തണേട്ടാ, നമ്മൾ വീട്ടിൽ പോവാ. അമ്മയുടെ അഭിപ്രായം കണ്ടില്ലേ, അനിയൻ്റെ അഭിപ്രായം കണ്ടില്ലേ? സാധനം സൂപ്പറാണ്, അടിപൊളിയാണ്. പഴയ ഓർമ്മകളിലേക്ക് നമ്മളെത്തും. കട്ടൻ കാപ്പി കൂട്ടിയിട്ട് കഴിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. മഴ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം കേട്ടോ.